ഏപ്രിൽ 24 തീയതി. യാത്ര തുടങ്ങാൻ സമയമായി. മാലിന്തിയിലെ സുൽത്താനോട് നന്ദി പറഞ്ഞ് പുതിയ വഴികാട്ടിയുടെ നിർദ്ദേശപ്രകാരം കപ്പലുകൾ പായ വിരിച്ചു. ഇത്തവണ അവർ തീരത്തോട് ചേർന്നു പോകുകയല്ല, വടക്കുകിഴക്ക് ദിശയിലേക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ നെഞ്ചിലൂടെ നേരെ വിടാനാണ് പൈലറ്റിന്റെ നിർദ്ദേശം. ഇപ്പോൾ മൺസൂൺ കാറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഈ കാറ്റ് നമ്മളെ ഇന്ത്യയുടെ വാതിൽക്കലെത്തിക്കും, വഴികാട്ടി പറഞ്ഞു. അതൊരത്ഭുത യാത്രയായിരുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഒരടി മുന്നോട്ട് നീങ്ങാൻ അവർ അനുഭവിച്ച കഷ്ടപ്പാടുകൾ നമുക്കറിയാമല്ലോ. എന്നാൽ ഇവിടെ കാര്യങ്ങൾ നേരെ തിരിച്ചാണ്. തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് കപ്പലുകളുടെ പായകളെ ബലമായി തള്ളി. കപ്പലുകൾ വെള്ളത്തിനു മുകളിലൂടെ തെന്നി നീങ്ങുന്നതുപോലെ തോന്നി. ദിവസവും നാഴികകൾ പിന്നിടുന്നു. നാവികർക്ക് അത് വിശ്വസിക്കാനായില്ല. ഇതൊരു മാന്ത്രിക കാറ്റാണ്, അവർ പരസ്പരം പറഞ്ഞു. ആകാശം തെളിഞ്ഞു നിന്നു. രാത്രിയിൽ വടക്കൻ ആകാശത്ത് ധ്രുവനക്ഷത്രം പോൾ സ്റ്റാർ വ്യക്തമായി തെളിഞ്ഞു വന്നു. പഴയ സുഹൃത്തിനെ കണ്ടതുപോലെ നാവികൻ അതിനെ നോക്കി സന്തോഷിച്ചു. വഴികാട്ടിക്ക് കടലിനെ കൈവെള്ളയിലെ രേഖകൾ പോലെ അറിയാമായിരുന്നു. അദ്ദേഹം ഇടയ്ക്കിടെ കടലിലെ വെള്ളത്തിന്റെ രുചിയും നിറവും നോക്കി കര എത്ര അകലെയാണെന്ന് പറയുമായിരുന്നു. 23 ദിവസങ്ങൾ. വെറും 23 ദിവസങ്ങൾ കൊണ്ടാണ് അവർ ആ വലിയ മഹാസമുദ്രം മുറിച്ചു കടന്നത്. അറ്റ്ലാന്റിക്കിൽ ചിലപ്പോൾ 3 മാസം കൊണ്ട് പോകുന്ന ദൂരമാണ് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ അവർ പിന്നിട്ടത്. ഗാമ കപ്പലിന്റെ അമരത്തു തന്നെ നിന്നു. ഓരോ നിമിഷവും ഹൃദയമിടിപ്പ് കൂടുകയാണ്. വർഷങ്ങളുടെ സ്വപ്നം, രാജാവിന്റെ ആഗ്രഹം എല്ലാം സഫലമാകാൻ പോകുന്നു. മെയ് മാസത്തിലെ ഒരു ഉച്ചനേരം. ആകാശത്ത് കാർമേഘങ്ങളൊന്നുമില്ല. പെട്ടെന്ന് കപ്പലിന്റെ ഏറ്റവും മുകളിലിരുന്നിരുന്ന നിരീക്ഷകൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, കര, കര കാണുന്നു. എല്ലാവരും ഓടിവന്നു. ചക്രവാളത്തിൽ മങ്ങിയ ഒരു മലനിര പോലെ കര കാണാം. വഴികാട്ടി ഗാമയുടെ അടുത്തേക്ക് വന്നു. ശാന്തമായി പറഞ്ഞു, അതാണ് ഇന്ത്യ, അതാണ് കോഴിക്കോട്. ഗാമയുടെ കണ്ണുകളിൽ ആ സമയം എന്തായിരുന്നുവെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഒരു വലിയ സാമ്രാജ്യത്തിന്റെ തുടക്കമായിരുന്നു ആ കാഴ്ച. നാവികർ മുട്ടുകുത്തി നിന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു. ഇത്രയും നാളത്തെ ദുരിതങ്ങൾക്കും പട്ടിണിക്കും മരണങ്ങൾക്കുമൊടുവിൽ അവർ ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കുന്നു. എന്നാൽ അവർക്കറിയില്ലായിരുന്നു, കരയിൽ അവരെ കാത്തിരിക്കുന്നത് പൂമാലകളല്ല, മറിച്ച് പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങളും വെല്ലുവിളികളുമാണെന്ന്. 1498 മെയ് 20. ചരിത്രപുസ്തകങ്ങളിൽ ചുവന്ന മഷി കൊണ്ട് അടയാളപ്പെടുത്തേണ്ട ദിവസമാണത്. കേരളത്തിൽ ഇടവപ്പാതി മഴ തുടങ്ങാറായ സമയം. ആകാശത്ത് കാർമേഘങ്ങൾ തിങ്ങി നിൽക്കുന്നു. കോഴിക്കോട് നഗരത്തിൽ നിന്നൽപ്പം മാറി കാപ്പാട് എന്ന ചെറിയ ഗ്രാമത്തിനു മുന്നിലുള്ള കടലിൽ ആ 3 കപ്പലുകൾ നങ്കൂരമിട്ടു. അന്നത്തെ കാപ്പാട് ഇന്നത്തെ പോലെയല്ല. നിറയെ തെങ്ങിൻ തോപ്പുകളും ഓലമേഞ്ഞ ചെറിയ വീടുകളും മീൻപിടുത്തക്കാരുടെ വള്ളങ്ങളും മാത്രമുള്ള ശാന്തമായൊരിടം. തീരത്ത് നിൽക്കുന്നവർ അത്ഭുതത്തോടെ കടലിലേക്ക് നോക്കി. കാരണം അതുവരെ അവർ കണ്ടിട്ടുള്ള അറബികളുടെയോ ചൈനക്കാരുടെയോ കപ്പലുകൾ പോലെയല്ല ഇത്. പായ്മരങ്ങളിൽ ചുവന്ന കുരിശു വരച്ച വിചിത്രമായ രൂപമുള്ള കപ്പലുകൾ. ഇതാരാണ്, എവിടെ നിന്ന് വരുന്നു എന്ന ചോദ്യം കാപ്പാട്ടെ കാട്ടിൽ അലയടിച്ചു. ഗാമ കപ്പലിന്റെ മുകളിൽ നിന്ന് ആധുനിക ദൂരദർശിനികളൊന്നുമില്ലാതെ തന്നെ ആ കരയിലേക്ക് നോക്കി. പച്ച വിരിച്ച ഭൂമി, തെങ്ങോലകൾ കാറ്റിലാടുന്നു. മഴക്കാറുള്ളതുകൊണ്ട് നല്ല ഇരുട്ടുണ്ട്. ഗാമയ്ക്കുള്ളിൽ ഭയമുണ്ട്. ഇത് ശരിക്കും ഇന്ത്യയാണോ, അതോ ആഫ്രിക്കയിലെ ഏതെങ്കിലും കാടൻ പ്രദേശമാണോ? അതുറപ്പിക്കാൻ ഗാമ നേരിട്ട് കരയിലേക്കിറങ്ങിയില്ല. അപരിചിതമായ കരയിൽ ആദ്യം ഇറങ്ങുക എന്നത് ആത്മഹത്യാപരമാണ്. അദ്ദേഹം തന്റെ കപ്പലിലെ ഒരു തടവുകാരനെ വിളിച്ചു. ജോവാവോ ന്യൂനസ് എന്നായിരുന്നു അവന്റെ പേര്. നീ പോയി നോക്കി വരൂ, ഗാമ ആജ്ഞാപിച്ചു. ഒരു ചെറിയ തോണിയിൽ ന്യൂനസിനെ കരയിലേക്ക് അയച്ചു. തോണി മണലിൽ തൊട്ടതും നാട്ടുകാർ ചുറ്റും കൂടി. കോഴിക്കോട്ടെ മീൻപിടുത്തക്കാരും സാധാരണക്കാരും അടങ്ങുന്ന വലിയൊരു കൂട്ടം. അവരവനെ തൊട്ടുനോക്കി. അവന്റെ വസ്ത്രങ്ങൾ, വെളുത്ത നിറം, താടി എല്ലാം അവർക്ക് കൗതുകമായിരുന്നു. പക്ഷെ അവരവനെ ഉപദ്രവിച്ചില്ല. കേരളീയരുടെ ആതിഥ്യമര്യാദ അന്നും പ്രസിദ്ധമാണല്ലോ. അവരിലൊരാൾ അവനെ കൂട്ടിക്കൊണ്ടുപോയി. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് പെട്ടെന്നൊരാൾ മുന്നോട്ട് വന്നു. അയാൾ ന്യൂനസിനെ നോക്കി യൂറോപ്പിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ഭാഷയിൽ അവനോട് ചോദിച്ചു,
നിന്നെ ആരാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ന്യൂനസ് ഞെട്ടിപ്പോയി. ലോകത്തിന്റെ ഈ അറ്റത്ത് മലയാളം മാത്രം കേൾക്കുമെന്ന് കരുതിയ ഒരിടത്ത് തന്റെ നാട്ടിലെ ഭാഷ സംസാരിക്കുന്ന ഒരാൾ. അത് ട്യുണീഷ്യയിൽ നിന്നുള്ള ഒരു മുസ്ലിം വ്യാപാരിയായിരുന്നു. മോൺസായ് എന്നായിരുന്നു അയാളുടെ പേര്. അയാൾക്ക് യൂറോപ്യൻ ഭാഷകൾ അറിയാമായിരുന്നു. ന്യൂനസിന് ശ്വാസം നേരെ വീണതപ്പോഴാണ് താൻ എത്തിയിരിക്കുന്നത് ശരിയായ സ്ഥലത്തു തന്നെയാണ്. ഭയന്ന് വിറച്ചു നിന്ന ന്യൂനസ് ചരിത്രപ്രസിദ്ധമായ ആ മറുപടി നൽകി. ഞങ്ങൾ ക്രിസ്ത്യാനികളെയും സുഗന്ധവ്യഞ്ജനങ്ങളെയും തേടി വന്നതാണ്. ആ മറുപടിയിൽ ഗാമയുടെ യാത്രയുടെ മുഴുവൻ ലക്ഷ്യവുമുണ്ടായിരുന്നു. ഒന്ന്, മതപരമായ ലക്ഷ്യം, നഷ്ടപ്പെട്ട ക്രിസ്ത്യൻ രാജാക്കന്മാരെ കണ്ടെത്തുക. 2, സാമ്പത്തിക ലക്ഷ്യം, കുരുമുളകും ഏലക്കയും സ്വന്തമാക്കുക. മോൺസായ് അവനെ സമാധാനിപ്പിച്ചു. പേടിക്കണ്ട, ഇത് നല്ലൊരു നാടാണ്. ഇവിടെ റൂബി രത്നങ്ങളും മരതകക്കല്ലുകളും സുഗന്ധവ്യഞ്ജനങ്ങളും സുലഭമാണ് എന്നയാൾ പറഞ്ഞു. നാട്ടുകാർ ന്യൂനസിന് ഭക്ഷണം നൽകി. നല്ല അരിഭക്ഷണവും തേനും. മാസങ്ങളായി ഉണക്ക റൊട്ടി തിന്നു മടുത്ത അവന് അത് അമൃതുപോലെ തോന്നി. ന്യൂനസ് തിരികെ കപ്പലിലെത്തി ഗാമയോട് കാര്യങ്ങൾ വിശദീകരിച്ചു. ക്യാപ്റ്റൻ, ഇത് ഇന്ത്യ തന്നെയാണ്. അവിടെ നമ്മുടെ ഭാഷ സംസാരിക്കുന്നവരുണ്ട്. സ്വർണവും രത്നങ്ങളും നിറഞ്ഞ നാടാണിത്, അവൻ ആവേശത്തോടെ പറഞ്ഞു. ഗാമയ്ക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ. 10 മാസത്തെ കഷ്ടപ്പാട് വെറുതെയായില്ല. ആ രാത്രി കപ്പലിൽ അവർ ആഘോഷിച്ചു, ദൈവത്തിന് നന്ദി പറഞ്ഞു. പിറ്റേന്ന് തീരത്തു നിന്ന് കൂടുതൽ വള്ളങ്ങൾ കപ്പലിനടുത്തേക്ക് വന്നു. അതിൽ കച്ചവടക്കാരും സാധാരണക്കാരും ഉണ്ടായിരുന്നു. അവർക്ക് പോർച്ചുഗീസുകാരെ പേടിയുണ്ടായിരുന്നില്ല. അവർ കപ്പലിൽ കയറി സാധനങ്ങൾ നോക്കി. ഗാമ അവരെ വീക്ഷിച്ചു. അവർ വെളുത്ത കോട്ടൺ വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. ചിലർ അരയിൽ കത്തിവെച്ചിട്ടുണ്ട്, ചെവിയിൽ വലിയ കമ്പലുകൾ. ഗാമ തെറ്റിദ്ധരിച്ചത് ഇവർ ഇന്ത്യയിലെ ക്രിസ്ത്യാനികളാണ് എന്നാണ്. കാരണം ഇവരുടെ ക്ഷേത്രങ്ങളും പൂജകളും കണ്ടപ്പോൾ അത് ക്രിസ്ത്യൻ പള്ളികൾക്ക് സമാനമാണെന്ന് ഗാമ കരുതി. ഇവർ മുസ്ലിങ്ങളല്ല, അപ്പോൾ ഇവർ നമ്മളെപ്പോലെ ക്രിസ്ത്യാനികളായിരിക്കും എന്നൊരു വലിയ മണ്ടത്തരവുമായാണ് ഗാമ കാര്യങ്ങളെ സമീപിച്ചത്. യഥാർത്ഥത്തിൽ കോഴിക്കോട് ഭരിക്കുന്നത് സാമൂതിരി എന്ന ശക്തനായ രാജാവാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തുറമുഖ നഗരങ്ങളിലൊന്നാണ് അന്ന് കോഴിക്കോട്. ചൈനയിൽ നിന്നുള്ള പട്ടുതുണികളും അറബ് നാടുകളിൽ നിന്നുള്ള കുതിരകളും കേരളത്തിലെ കുരുമുളകും അവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു. സാമൂതിരി അപ്പോൾ കോഴിക്കോട് കൊട്ടാരത്തിലുണ്ടായിരുന്നില്ല. അദ്ദേഹം പൊന്നാനിയിലോ മറ്റോ യുദ്ധകാര്യങ്ങൾക്കായി പോയിരിക്കുകയായിരുന്നു. ഗാമയുടെ വരവ് സാമൂതിരിയുടെ ഉദ്യോഗസ്ഥർ രാജാവിനെ അറിയിച്ചു. വിചിത്രമായ വസ്ത്രം ധരിച്ച വലിയ കപ്പലുകളുമായി കുറച്ചു വെള്ളക്കാർ വന്നിട്ടുണ്ട് എന്നായിരുന്നു സന്ദേശം. ഗാമ കാത്തിരുന്നു. സാമൂതിരിയുടെ ക്ഷണം കിട്ടാതെ കരയിലിറങ്ങുന്നത് സുരക്ഷിതമല്ല എന്ന് അദ്ദേഹത്തിനറിയാം. കേരളത്തിലെ കാലാവസ്ഥ ഗാമയെ അത്ഭുതപ്പെടുത്തി. വല്ലാത്തൊരു ചൂടും ഈർപ്പവും. യൂറോപ്പിലെ തണുപ്പിൽ നിന്ന് വന്നവർക്ക് വിയർത്തൊലിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടെ പെയ്യുന്ന കനത്ത മഴ. കടൽ ക്ഷോഭിക്കുന്നു. കപ്പൽ കാപ്പാട് നിന്ന് മാറ്റി പന്തലായനി കൊല്ലം എന്ന സ്ഥലത്തേക്ക്, കുറച്ചുകൂടി സുരക്ഷിതമായ സ്ഥാനത്തേക്ക് നീക്കാൻ അവർ തീരുമാനിച്ചു. അവിടെ ചെളി നിറഞ്ഞ കടൽ തീരമായതുകൊണ്ട് നങ്കൂരമിടാൻ എളുപ്പമായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഒടുവിൽ സാമൂതിരിയുടെ ദൂതന്മാരെത്തി. രാജാവ് വിദേശികളെ സ്വാഗതം ചെയ്തിരിക്കുന്നു. ഗാമ കരയിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുത്തു. വെറുമൊരു നാവികനായിട്ടല്ല, പോർച്ചുഗലിലെ രാജാവിൻ്റെ അംബാസഡറായിട്ടാണ് അദ്ദേഹം ഇറങ്ങുന്നത്. ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ധരിച്ചു. കൂടെ വാളേന്തിയ ഭടന്മാരെയും കൂട്ടി. കാപ്പാട്ടെ മണലിൽ ഗാമയുടെ ബൂട്ട്സ് പതിഞ്ഞു. ആ കാൽപ്പാടുകൾ പതിഞ്ഞത് മണലിൽ മാത്രമായിരുന്നില്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ കൂടിയായിരുന്നു. നൂറ്റാണ്ടുകളായി അറബികൾ മാത്രം അനുഭവിച്ചിരുന്ന കുരുമുളക് വ്യാപാരത്തിന്റെ കുത്തക തകർക്കാൻ ഒരു പുതിയ ശക്തി വന്നിരിക്കുന്നു. ഗാമ കരയിലിറങ്ങിയപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ആ കാഴ്ച കാണാൻ തടിച്ചുകൂടിയിരുന്നു. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വൻ പുരുഷാരം. പറങ്കികൾ എന്ന് പിന്നീട് മലയാളികൾ വിളിച്ച ആ വിദേശികളെ കാണാനുള്ള കൗതുകമായിരുന്നു അവർക്ക്. ഗാമ തലയുയർത്തി ആൾക്കൂട്ടത്തിന് നടുവിലൂടെ സാമൂതിരിയുടെ കൊട്ടാരത്തിലേക്ക് നടക്കാൻ തുടങ്ങി. കാപ്പാട് നിന്ന് കോഴിക്കോട് നഗരത്തിലേക്കുള്ള ഗാമയുടെ യാത്ര ഒരു ഘോഷയാത്ര പോലെയായിരുന്നു. സാമൂതിരിയുടെ ഉദ്യോഗസ്ഥരായ നായർ പ്രമാണിമാർ അകമ്പടി സേവിച്ചു. ഗാമയ്ക്കിരിക്കാനായി അവരൊരു മഞ്ചൽ കൊണ്ടുവന്നിരുന്നു. യൂറോപ്പിൽ കുതിരപ്പുറത്ത് മാത്രം സഞ്ചരിച്ച് ശീലമുള്ള ഗാമയ്ക്ക്
തോളിലേറ്റിക്കൊണ്ടുപോകുന്ന ഈ വാഹനം വലിയൊരു അത്ഭുതമായിരുന്നു. വഴിനീളെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. വീടുകളുടെ മേൽക്കൂരകളിലും മരക്കൊമ്പുകളിലും വരെ ആളുകൾ കയറി നിൽക്കുന്നു. ഈ വിദേശികൾ ഏതോ അപൂർവ ജീവികളെപ്പോലെയാണ് അവർക്ക് അനുഭവപ്പെട്ടത്. ഇതിനിടയിൽ കൊട്ടും കുരവയും വാദ്യമേളങ്ങളും, ആകെ ബഹളമയം. കേരളത്തിലെ ഈർക്കമുള്ള ചൂട് കാരണം ഗാമയും കൂട്ടരും വിയർത്തു കുളിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കട്ടിയുള്ള വെൽവെറ്റ് കൂട്ടുകളും തൊപ്പികളും ഈ കാലാവസ്ഥയ്ക്ക് ഒട്ടും യോജിച്ചതായിരുന്നില്ല. യാത്രയ്ക്കിടയിൽ അവർ കണ്ടൊരു കാഴ്ച ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തമാശകളിലൊന്നായി മാറി. വഴിയരികിൽ വലിയൊരു ഹിന്ദു ക്ഷേത്രം അവർ കണ്ടു. കരിങ്കലിൽ തീർത്ത കൊത്തുപണികളുള്ള ഗംഭീരമായ ക്ഷേത്രം. ഗാമയും കൂട്ടരും വിചാരിച്ചത് ഇതൊരു ക്രിസ്ത്യൻ പള്ളിയാണ് എന്നാണ്. ഉള്ളിൽ കണ്ട വിഗ്രഹങ്ങളെ അവർ കന്യാമറിയമാണെന്ന് തെറ്റിദ്ധരിച്ചു. പൂജാരിമാർ മന്ത്രങ്ങൾ ചൊല്ലുന്നത് കേട്ടപ്പോൾ അത് തങ്ങളുടെ നാട്ടിലെ ലത്തീൻ പ്രാർത്ഥനകൾ പോലെയാണെന്ന് അവർക്ക് തോന്നി. ഗാമയും നാവികരും ആ ക്ഷേത്രത്തിന് മുന്നിൽ മുട്ടുകുത്തി നിന്ന് മേരി മേരി എന്ന് പ്രാർത്ഥിച്ചു. ചുറ്റും നിന്ന ഹിന്ദുക്കൾ ഇതെല്ലാം കണ്ട് അമ്പരന്നു. ഇവർ ഏതു ദൈവത്തെയാണ് വിളിക്കുന്നത്? ഇവർ വിചിത്രമായ ആചാരങ്ങളുള്ള ക്രിസ്ത്യാനികളാണ് എന്ന് ഗാമ തന്റെ ഡയറിയിൽ കുറിച്ചു. സത്യം മനസ്സിലാക്കാൻ പിന്നെയും നാളുകളെടുത്തു. അവർ നഗരത്തിന്റെ ഉള്ളിലേക്ക് കടന്നു. കോഴിക്കോടന്ന് ഒരു സാധാരണ നഗരമല്ല, സത്യത്തിന്റെ തുറമുഖം എന്നാണ് അറബികൾ കോഴിക്കോടിനെ വിളിച്ചിരുന്നത്. അവിടത്തെ കാറ്റിൽ പോലും സുഗന്ധവ്യഞ്ജനങ്ങളുടെ മണമുണ്ടായിരുന്നു. വീടുകൾക്ക് മുന്നിൽ കുരുമുളക് ഉണക്കാനിട്ടിരിക്കുന്നു. ഇഞ്ചി ചാക്കുകളിൽ നിറച്ചു വെച്ചിരിക്കുന്നു. ഗാമയുടെ മൂക്കിലേക്ക് ആ മണം അടിച്ചു കയറി. യൂറോപ്പിലെ രാജാക്കന്മാർക്ക് മാത്രം വാങ്ങാൻ കഴിവുള്ള സ്വർണ്ണവിലയുള്ള ആ കറുത്ത മുത്തുകൾ, ബ്ലാക്ക് ഗോൾഡ്, ഇവിടെ വഴിയിൽ ഉണങ്ങാനിട്ടിരിക്കുകയാണ്. നാവികർ അത്ഭുതം കൊണ്ട് വായ പൊളച്ചുപോയി. അവർ സ്വപ്നലോകത്താണോ എന്ന് സംശയിച്ചു. നഗരത്തിലെ കെട്ടിടങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. തടിയിൽ തീർത്ത മനോഹരമായ വീടുകൾ, വിശാലമായ മുറ്റങ്ങൾ, വഴിയിലുടനീളം തെളിഞ്ഞ വെള്ളമൊഴുകുന്ന തോടുകൾ. ലിസ്ബണിലെ അഴുക്കുചാലുകൾ കണ്ടു ശീലിച്ച നാവികർക്ക് കോഴിക്കോടിന്റെ വൃത്തി വലിയൊരു കാര്യമായി തോന്നി. പക്ഷേ അവരുടെ ശ്രദ്ധ മുഴുവൻ അങ്ങാടിയിലേക്കായിരുന്നു. ബിഗ് ബസാർ എന്ന് വിളിക്കുന്ന കച്ചവട കേന്ദ്രത്തിലേക്ക് അവരടുത്തു. അവിടെ കണ്ട തിരക്ക് അതുവരെ അവർ കണ്ടിട്ടുള്ളതിനേക്കാൾ വലുതാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യർ അവിടെയുണ്ട്. ചൈനയിൽ നിന്നുള്ള പട്ടുമായി വന്നവർ, ആഫ്രിക്കയിൽ നിന്നുള്ള സ്വർണവുമായി വന്നവർ, പേർഷ്യയിൽ നിന്നുള്ള പരവതാനികൾ വിൽക്കുന്നവർ. ഭാഷകളുടെ ഒരു കലവറയായിരുന്നു ആ അങ്ങാടി. ഗാമയും സംഘവും അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ അവിടെ കണ്ട കച്ചവട രീതികൾ അവരെ ഞെട്ടിച്ചു. വെറും ബാർട്ടർ സമ്പ്രദായം മാത്രമല്ല അവിടെ നടക്കുന്നത്. കൃത്യമായ അളവുതൂക്കങ്ങൾ അവിടെയുണ്ട്. സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും ഉപയോഗിച്ചാണ് കച്ചവടം. ഓരോ വ്യാപാരിക്കും അവരുടേതായ ത്രാസുകളുണ്ട്. തുലാസിൽ വെച്ച് കുരുമുളകും ഏലക്കയും തൂക്കുന്നത് കാണുമ്പോൾ നാവികർക്കത് സ്വർണം തൂക്കുന്നത് പോലെ തോന്നി. ആ അങ്ങാടിയിലെ യഥാർത്ഥ രാജാക്കന്മാർ അറബികളായിരുന്നു. മാപ്പിളമാർ എന്ന് വിളിക്കുന്ന തദ്ദേശീയരായ മുസ്ലിം വ്യാപാരികളും അവിടെ ശക്തരായിരുന്നു. അവർ ഗാമയെ കണ്ടപ്പോൾ മുഖം ചുളിച്ചു. തങ്ങളുടെ കച്ചവടം തകർക്കാൻ വന്നവരാണീ പറങ്കികളെന്ന് ആ കച്ചവടക്കാർക്ക് മണത്തു. അറബ് വ്യാപാരികൾ ഗാമയെ നോക്കി കാർക്കിച്ചു തുപ്പിയെന്ന് ചില ചരിത്രരേഖകളിൽ കാണാം. ഇവിടെ നിങ്ങൾക്ക് സ്ഥാനമില്ല എന്ന ഭാവമായിരുന്നു അവരുടെ മുഖത്ത്. എന്നാൽ ഗാമ അതൊന്നും കാര്യമാക്കിയില്ല. അദ്ദേഹത്തിന്റെ കണ്ണ് അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന സാധനങ്ങളിലായിരുന്നു. കറുവപ്പട്ടയുടെ സുഗന്ധം, ഗ്രാമ്പൂവിന്റെ എരിവുള്ള മണം, ജാതിക്കയുടെ ലഹരി പിടിപ്പിക്കുന്ന ഗന്ധം. ഇതെല്ലാം നേരിട്ട് കാണുകയാണ്. യൂറോപ്പിൽ ഒരു പിടി കുരുമുളകിന് ഒരു മനുഷ്യന്റെ ജീവനേക്കാൾ വിലയുള്ളപ്പോൾ ഇവിടെ അത് വാരങ്ങളോളം നീളമുള്ള വെയർഹൌസുകളിൽ കുന്നുകൂടി കിടക്കുന്നു. ഗാമയുടെ കൂടെയുണ്ടായിരുന്നവർ അവിടെ കണ്ട കാഴ്ചകൾ അത്ഭുതത്തോടെ നോക്കി. ആനക്കൊമ്പിൽ തീർത്ത ശില്പങ്ങൾ, വില കൂടിയ രത്നങ്ങൾ, മാണിക്യം, മരതകം, വൈഡൂര്യം എന്നിവ ചെറിയ തുണിപ്പൊതികളിൽ വെച്ച് വിൽക്കുന്നു. നാവികർ തങ്ങളുടെ കീശയിൽ തപ്പിയപ്പോൾ ശൂന്യതയായിരുന്നു. ഇവരുടെ കൈവശമുള്ള കുറച്ച് തുരുമ്പിച്ച കത്തികളും കണ്ണാടികളും മണിമാലകളും ഇവിടെ ആർക്കും വേണ്ടാത്ത സാധനങ്ങളാണ്. കോഴിക്കോട്ടെ അങ്ങാടിയിൽ നിൽക്കുമ്പോൾ പോർച്ചുഗീസുകാർക്ക് തങ്ങൾ എത്ര ദരിദ്രരാണെന്ന് മനസ്സിലായി. നമ്മൾ വലിയവരാണെന്ന് കരുതി, പക്ഷേ ഈ കച്ചവടക്കാരുടെ മുന്നിൽ നമ്മൾ വെറും പിച്ചക്കാരാണ് എന്നൊരു നാവികൻ പറഞ്ഞത് വെറുതെയല്ല. വൈകുന്നേരമായപ്പോൾ വെയിലാറി. പള്ളികളിൽ നിന്ന് ബാങ്ക് വിളികൾ ഉയർന്നു. ക്ഷേത്രങ്ങളിൽ നിന്ന് ശംഖുലി കേട്ടു. കോഴിക്കോട് നഗരം ഉറങ്ങാൻ പോവുകയല്ല, മറിച്ച് രാത്രി കച്ചവടത്തിന് തയ്യാറെടുക്കുകയാണെന്ന് തോന്നി. തെരുവുകളിൽ വിളക്കുകൾ തെളിഞ്ഞു. ഗാമയെ പാർപ്പിക്കാൻ സാമൂതിരി ഒരുക്കിയ അതിഥി മന്ദിരത്തിലേക്ക് അവർ നീങ്ങി. കല്ലുകൊണ്ട് കെട്ടിയ
ഓടുമേഞ്ഞ വലിയൊരു വീട്, അവർക്ക് കഴിക്കാൻ വലിയ വാഴയിലയിൽ ചോറും പലതരം കറികളും നെയ്യിൽ വറുത്ത മീനും നൽകി. ആ എരിവും പുളിയും നാവികരുടെ നാവിനെ പൊള്ളിച്ചെങ്കിലും അവരത് ആസ്വദിച്ചു കഴിച്ചു. പക്ഷെ ഗാമയുടെ മനസ്സ് ശാന്തമായിരുന്നില്ല. അങ്ങാടിയിൽ കണ്ട ആ അറബ് വ്യാപാരികളുടെ കണ്ണുകളിലെ പക അദ്ദേഹം ഓർത്തു. സാമൂതിരിയെ കാണാൻ പോകുമ്പോൾ എന്താണ് സംഭവിക്കുക? കയ്യിലുള്ള സമ്മാനങ്ങൾ രാജാവിന് ഇഷ്ടപ്പെടുമോ, അതോ മൊസാംബിക്കിലെ പോലെ പരിഹസിക്കപ്പെടുമോ? ഈ ചോദ്യങ്ങൾ ഗാമയെ അലട്ടി. പുറത്ത് മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. കോഴിക്കോട്ടെ മഴയ്ക്കൊരു താളമുണ്ട്. ആ താളത്തിൽ ലയിച്ച് സുഗന്ധവ്യഞ്ജനങ്ങളുടെ മണമുള്ള കാറ്റുമേറ്റ് ചരിത്രത്തിൽ ആദ്യമായി ഒരു യൂറോപ്യൻ സംഘം ഇന്ത്യയുടെ മണ്ണിൽ അന്തിയുറങ്ങി. സാമൂതിരിയുടെ കൊട്ടാരത്തിലേക്കുള്ള ക്ഷണം ലഭിച്ചപ്പോൾ ഗാമ കരുതിയത് കാര്യങ്ങൾ എളുപ്പമായി എന്നാണ്. എന്നാൽ യഥാർത്ഥ നാടകം തുടങ്ങാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 1498 മെയ് 28 ഉച്ചതിരിഞ്ഞാണ് കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നത്. ഗാമയും അദ്ദേഹത്തിന്റെ 13 വിശ്വസ്തരായ നാവികരും കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. പോർച്ചുഗലിലെ രാജാവ് മാനുവലിന്റെ കത്തും രാജാവിനെ പ്രതിനിധീകരിക്കുന്ന മുദ്രകളും അവർ കൂടെ കരുതിയിരുന്നു. കൊട്ടാരത്തിന്റെ കവാടത്തിലെത്തിയപ്പോൾ ഗാമ ഒന്ന് അമ്പരന്നു. യൂറോപ്പിലെ കരിങ്കല്ലിൽ തീർത്ത